നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരവധി നടിമാരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തുന്നത്. സിനിമയിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളിലെ കറുത്ത മുഖംമൂടി വലിച്ചു കീറിയ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു കടന്നുവരവാണ് കുറച്ചു ദിവസങ്ങളായി ഉണ്ടാകുന്നത്. സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, ബാബുരാജ്, സംവിധായകൻ രഞ്ജിത്ത്, റിയാസ് ഖാൻ, അങ്ങനെ പോകുന്നു നീണ്ട നിര. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളാണ് തുറന്നു പറച്ചിലുകൾക്ക് നടിമാരെ പ്രചോദിപ്പിക്കുന്നത്. അതിനിടെ ഇപ്പോൾ ആരോപണം വന്നവരുടെ കൂടെ തനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തുകയാണ് നടി ശിവാനി. അവർ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല, പക്ഷേ മറ്റൊരു നടനിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ശിവാനി തുറന്നടിക്കുന്നു. തമാശയ്ക്കോ കാര്യമായിട്ടോ വാതിലിൽ തട്ടി ഓടിപ്പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. എന്റെ റൂമിൽ അമ്മയുണ്ട്. ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അമ്മ പറഞ്ഞു. ഞങ്ങൾ ആരാണെന്ന് കണ്ടു. ഈ പറയുന്ന ആക്ടർ പകൽ സമയത്ത് വളരെ ഫ്രണ്ട്ലിയാണ്, പക്ഷെ രാത്രിയാകുമ്പോൾ പുള്ളിക്ക് ബാധ കയറിയതുപോലെയാണെന്ന് തോന്നുന്നു. ആൾ ആരാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സംവിധായകരോടും പ്രൊഡ്യൂസറോടും പറഞ്ഞു. പിന്നെ കുറേ കാലത്തേക്ക് എനിക്ക് സിനിമയില്ല. 1.5 കൊല്ലത്തേക്ക് ശേഷം സിന്ധു പനക്കൽ ചൈന ടൗൺ എന്ന സിനിമയ്ക്ക് വേണ്ടി വിളിച്ചു. ഞാനും അമ്മയും എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ആക്ടറെ കണ്ടു. വൈരാഗ്യം സൂക്ഷിച്ച് ഞങ്ങൾ നടക്കാറില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് മാറി. പുള്ളി ടെൻഷൻ അടിച്ച് ഫോണിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഹൈദരാബാദിലെത്തി. ആദ്യത്തെ ദിവസം ഷൂട്ടില്ലെന്ന് പറഞ്ഞു. 3 ദിവസം ഷൂട്ടിംഗ് നടന്നിട്ടില്ല. 4ാമത്തെ ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി അഭിനയിച്ചു. പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരായിരുന്നു. അദ്ദേഹം എന്നോട് നിനക്ക് ആ ആർട്ടിസ്റ്റുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാനും പറഞ്ഞു. പഴയ പ്രശ്നം ഞാൻ ഓർത്തില്ല. പഴയ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞാൻ. നിന്നെ കണ്ട നേരം മുതൽ അദ്ദേഹം സെറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അഭിനയിപ്പിച്ചാൽ തിരുവനന്തപുരത്ത് തിയേറ്ററിൽ ആള് കുറയുമെന്ന് പറഞ്ഞ് ആന്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാട്ടി. മോഹൻലാൽ കാരണമാണ് തനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമെന്നും ശിവാനി പറയുന്നു. തന്നെ മടക്കി അയക്കാൻ ആലോചിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ആന്റണി പെരുമ്പാവൂർ താനുമായി പങ്കുവച്ചെന്നും ശിവാനി പറയുന്നു. ഒരു പെൺകുട്ടിയാണ്. ഇവിടെ വിളിച്ചു വരുത്തി തിരിച്ചയക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന നാണക്കേടുണ്ട്. അവരുടെ സാമ്പത്തിക നില നമുക്ക് അറിയില്ല. ഒരു തുക പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവർക്ക് ആ തുക കൊണ്ട് പല കാൽക്കുലേഷനും കാണും. ആ പൈസ കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ആ ശാപം നമുക്ക് കിട്ടാൻ പാടില്ല എന്ന് ലാൽ സാർ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് താൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും ശിവാനി പറയുന്നു. അതിനിടെ 100% ആളുകൾ മോശമാണെന്ന് താൻ പറയില്ല. മനുഷ്യരിൽ നല്ലതും മോശവുമുണ്ട്. ഒരു ഇൻഡസ്ട്രി മൊത്തം മോശമാണെന്ന് പറയാൻ പറ്റില്ല. റിയാസ് ഖാൻ എന്ന ആക്ടർ എന്റെ ഭർത്താവിന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്. വർഷങ്ങളായി ഞങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് അത്രയും മലയാളം സംസാരിക്കാൻ അറിയാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തന്റെ അനുഭവത്തിൽ റിയാസ് ഖാൻ വളരെ നല്ല വ്യക്തിയാണെന്നും ശിവാനി പറയുന്നു. ഞങ്ങൾ ഒരുപാട് വർഷമായി അദ്ദേഹത്തെ കാണുന്നതാണ്. പുള്ളിയുടെ രീതിയും എങ്ങനെ സംസാരിക്കുമെന്നതൊക്കെ അറിയാം. പുള്ളി ഒരു ഫാമിലി മാനാണ്. ഉമ്മച്ചേച്ചിയും പിള്ളേരും തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലുത് ലൈഫ് എന്നും ശിവാനി പറയുന്നു.